ഈ 58 ദിവസം ഒരു അസുഖവും വരാതെ ഫുൾ പവറിൽ എല്ലാവരെയും കണ്ട് സംസാരിച്ച് പ്രസംഗിച്ച് സ്നേഹവായ്പ സ്വീകരിച്ച് സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖം കൊല്ലംകാരുടെ ഇത് എൻ്റെ ഒരു ജന്മസാഫല്യമാണ്. ഇലക്ഷൻ വേറെ നിൽക്കട്ടെ, ഇത് ഇങ്ങനെ ഒരു ഇലക്ഷൻ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ എൻ്റെ കൊല്ലംകാരെ എനിക്ക് എങ്ങനെ കാണാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മുക്കിനും മൂലയിലും നമ്മൾ പോയിട്ട് ഒരു ദുർമുഖം. അപ്പോൾ അത്രമാത്രം നമ്മൾ ഈ 41 വർഷമായിട്ട് 8 കൊല്ലമായിട്ടുള്ള MLA കൊല്ലം മണ്ഡലം മാത്രമാണ്. എന്നാൽ ഈ 41 വർഷമായിട്ടുള്ള കലാപ്രവർത്തനം ഇത്രയും പോസിറ്റീവ് വൈബ്സ് കൊല്ലംകാരുടെ മനസ്സിൽ, അപ്പം മലയാളികളുടെ മനസ്സിലാണ് ആദ്യം പറയേണ്ടത്, എങ്കിലും ഞാൻ നേരിട്ട് കണ്ടത് കൊല്ലംകാരാണെന്നല്ല, കൊല്ലംകാരുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു ആത്മവിശ്വാസം എനിക്ക് കിട്ടാനില്ല. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പല സമയങ്ങളിലും പ്രചാരണത്തിന് വരുമ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി ചേട്ടനായിരുന്നു. എത്ര പേർക്കപ്പോൾ സെൽഫി എടുത്തു? അല്ല, അതൊന്നും കണക്കില്ല, നമ്മൾ എണ്ണത്തില്ലല്ലോ. എണ്ണാത്തത് കൊണ്ട് കണക്കില്ല. അത് പിന്നെ അവരെ നേരിട്ട് കാണുന്ന ഇങ്ങനൊരു സാഹചര്യമാണല്ലോ അടുത്ത്. അല്ലെങ്കിൽ തന്നെ സിനിമാ താരങ്ങൾക്കൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അവരെ കിട്ടത്തില്ല, നോട്ട് റീച്ചബിൾ ആണല്ലോ. ഇത് റീച്ചബിളാണ്. അപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോഴത്തേക്ക് നൂറുകണക്കിന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് സെൽഫി എടുക്കണമെന്ന്. എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നത് എണ്ണായിരിക്കും അല്ലേ? സെൽഫി ഷേക്ക് ഹാൻഡും ആളുകളുടെ ചിരിയാണല്ലോ. ആ ചിരിയൊക്കെ വെറുതെ ചിരിക്കത്തില്ല. എനിക്ക് എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ നല്ല ഭയങ്കര സ്ട്രോങ് ചില BJP-കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ചില UDF-കാരെയും കണ്ടിട്ടുണ്ട്. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ. അവരുടെ ചിരി എനിക്ക് കാണുമ്പോൾ അറിയാം. വളരെ വിരലിലെണ്ണാവുന്ന, അല്ലെങ്കിൽ വളരെ ശതമാനമൊക്കെ 0.0 ഒക്കെ ആയിരിക്കും, 1 ഒക്കെ ആയിരിക്കും. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാക്കി നമ്മളെ LDF-ൻ്റെ അനുഭാവികളും നിഷ്പക്ഷമതികൾ, അവിടെയാണ് ഞാൻ ശരിക്കും പ്രതീക്ഷ അർപ്പിക്കുന്നത്. നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാർ ശരിക്കും അവർ ഒരു ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടുമോ, ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് കാണണമെന്ന്. കാര്യം കൊല്ലംകാരനായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വലിയ നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടായി. കുറേ സിനിമ പെൻഡിങ്ങില്ലേ, അഭിനയിച്ച് തീർക്കട്ടെ ഇതെല്ലാം കൂടെ? അത് അഭിനയിക്കും. അതെല്ലാം നമ്മുടെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു സീനിയോറിറ്റി ഇവരെല്ലാം പറയുന്നുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ സീനിയർ മറ്റേന്ന്. ഇതിനകത്തുള്ളൊരു സീനിയോറിറ്റി എന്നനുസരിച്ച് എത്രയോ കാലമായിട്ട് ഞാൻ ചെയ്താൽ മാത്രം ശരിയാവുന്ന റോളുകളാണ് എനിക്കൊരു 60% വരുന്നത്. അപ്പോൾ അത് കുറച്ച് മാറ്റി വെക്കും. അതല്ല, ഇപ്പോൾ എനിക്ക് ഇത് ചെയ്യണം, ഞങ്ങൾ സിനിമ തുടങ്ങണം എന്ന് പറയുന്ന റോളുകൾ വളരെ കുറച്ചായി എനിക്ക് വരുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഡേറ്റ് പറയത്തില്ല, ഉടനെ തന്നെ അതും ചെയ്യും. അതാണല്ലോ നമ്മുടെ നിലനിൽപ്പ്. ഓക്കെ ഏട്ടാ, അത് ഗംഭീരമായിട്ട് വിജയാശംസ.